ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ അമ്മ കണ്ണ് നിറഞ്ഞ് എന്തുമാത്രം പാടില്ല, എൻ്റെ ഗതികേടടിയോ നീ ഇരുന്ന് ഇരിപ്പിൽ ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ അമ്മയ്ക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പനല്ലാണ്ട് വേറൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ലെങ്കിലും അമ്മയ്ക്കൊരു കൂട്ടിനായിട്ട് ഞങ്ങൾ വേറൊരാളെ അമ്മയ്ക്ക് കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് വരെ പറഞ്ഞു. ഒന്ന് പറയണേ വിസിറ്റിംഗ് വിസ ഓപ്പൺ ആക്കുവാണെന്ന് പറയണേ, എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ്, എനിക്കൊന്ന് കൊണ്ടുവരാനാണെന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് എല്ലാം കയറി അമ്മ മോളിൽ പോയി ചെന്നപ്പോഴത്തേക്കും രാത്രി കാണുന്ന ഒരു പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്നതാണ്. UK-യിൽ ചെന്നു, എയർപോർട്ടിൽ വെച്ച് മക്കളെ പോലും കാണാണ്ട് എയർപോർട്ടുകാർ തിരിച്ച് കയറ്റി വിട്ടു. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം. സ്വന്തം അമ്മയെ കൊണ്ട് പോയിട്ട് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി വിട്ടിട്ട് അവിടെ അമ്മയെ കാണാൻ വേണ്ടി പോകുന്ന കൊച്ചുമക്കളും ഭാര്യയും ഉണ്ണാക്കനായ മകനും, അവൻ അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് താഴെ നിന്ന് അമ്മച്ചി വിളിയുണ്ട്. ആ പാവം പിടിച്ച അമ്മയെ, അത്രയും മക്കളെയും അവൻ്റെ കെട്ടുകളെയും അവൻ എവിടെയാണോ ആ രാജ്യത്ത് ആ സ്വന്തം അമ്മയെ പോലും കൊണ്ടുപോയി നിർത്താൻ കഴിയാത്തവൻ, പിന്നെ അവൻ പെൺകോന്തനല്ലാതെ പിന്നെ എന്താണ് അവനെ പറയേണ്ടത്? സോഷ്യൽ മീഡിയ ആണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് എതിരെ നല്ല രീതിയിലൊരു സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തുനിന്നും ഞങ്ങളെ വിളിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോസ് ഞങ്ങളുടെ പേജിൽ വന്നു, അത് വേറെ വോയിസ് ഓവർ ഇട്ടാണ് പലരും ഇട്ടേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ പേജിൽ ഫേസ്ബുക്കിലും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും വന്ന് കുറേ പേര് നല്ല രീതിയിൽ കമൻറ്റ് ഇട്ടവരുണ്ട്, അതുപോലെ തന്നെ നല്ല ബാഡ് കമൻറ്റ് ഇട്ടവരുണ്ട്. സ്വാഭാവികം, കാരണം ഒരു വീഡിയോയ്ക്ക് എല്ലാം പോസിറ്റീവ് ആണെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അതിനകത്ത് ബാഡ് കമൻറ്റ് ഇട്ടവരെ നമ്മൾ ഒരിക്കലും തെറ്റു പറയില്ല. കാരണം ഒരു സുപ്രഭാതത്തിൽ ഒരു വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അവർക്കറിയാൻ മേലാതെ അവരുടെ ഉള്ളിലെ വിഷമമാണ് ആ കമൻറ്റിലൂടെ അവർ ഇട്ടത്. പക്ഷേ ആ വീഡിയോ പലരും എന്താ ചെയ്യുക, വോയിസ് ഓവർ ഇട്ട് പല രീതിയിലും വേറെ പല ആയിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പേർക്കെതിരെ നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിനകത്ത് ഞാൻ വരുന്നില്ല, എൻ്റെ വൈഫും 12 വയസ്സ് തൊട്ട് 10 മാസം വരെയുള്ള എൻ്റെ മക്കൾ 5 മക്കളാണ് ആ പല പോസ്റ്റിലും വന്നേക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ ആസ് എ ഫാദർ ഞാൻ തീർച്ചയായിട്ടും അവരുടെ പേജ് അവരുടെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നിയമ നടപടിക്ക് പോയിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോയിലെ സത്യാവസ്ഥ എന്താണെന്ന് ആരെയും ബോധിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ച വ്യക്തിയാണ്. കാരണം ഇത് എൻ്റെ അമ്മയല്ല, എൻ്റെ വൈഫിൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ്, എൻ്റെ അമ്മയാണ്, അമ്മയെപ്പോലെ അല്ല അമ്മയാണ്, വൈഫിൻ്റെ അമ്മയാണ്. ആ അമ്മയ്ക്ക് 2 മക്കളാണുള്ളത്. ഒരാൾ UK-യിലാണ്, ഒരാൾ കുവൈറ്റിലാണ്, അതായത് എൻ്റെ വൈഫ്. അപ്പോൾ ഇവരെ 2 പേരെയും ബോധിപ്പിച്ചാൽ മതി ഈ അമ്മയ്ക്ക്, അല്ലെങ്കിൽ ഇവർക്ക് 2 പേർക്കും ഈ അമ്മയെ ബോധിപ്പിച്ചാൽ മതി. അതായത് ഞങ്ങൾ നോക്കുന്നുണ്ടോ, അമ്മയെ നോക്കുന്നുണ്ടോ, അമ്മ എന്തുമാത്രം കെയർ ചെയ്യുന്നുണ്ടോ എന്ന് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞങ്ങളുടെ പല സുഹൃത്തുക്കളും ഞങ്ങളുടെ പല ഫോളോവേഴ്സും ഞങ്ങളെ പേഴ്സണലി മെസ്സേജ് അയക്കുകയും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ചെറിയൊരു ക്ലാരിഫിക്കേഷനായിട്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ സെൻറ്റ് മാത്യൂസ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമോ ഒരു അനാഥാലയോ അങ്ങനെ ഒരു സംഭവമല്ല. കാരണം പല മെസ്സേജിലും നമുക്ക് കാണാൻ പറ്റി, നിങ്ങൾ അമ്മയെ കൊണ്ട് അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയിട്ടേച്ച് പോയി, അമ്മ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ, എന്തുമാത്രം ദുഃഖം അനുഭവിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അമ്മയെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് ആക്കിയിട്ട് അങ്ങ് പോയി എന്ന്. ഇതൊരു റിട്ടയർമെൻറ്റ് ഹോമാണ്. അതായത് നമുക്ക് സ്വയം ഇഷ്ടപ്രകാരം ഇവിടെ വന്ന് എല്ലാവിധ സൗകര്യങ്ങളും കൂടി താമസിക്കുന്ന ഒരു ഹോം. അപ്പം നിങ്ങൾ ചോദിക്കും, മക്കളുടെ ഒപ്പമുള്ള ജീവിതമല്ലേ ഏത് അമ്മയും അപ്പനും ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും 100% ശരിയായിട്ടുള്ള ഉത്തരമാണ്. പക്ഷേ സാഹചര്യങ്ങൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം അതിനെ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ അമ്മയുടെ മോള് തന്നെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് വിശദീകരിക്കും. ഞങ്ങൾ 2017 ഇതുപോലൊരു വെക്കേഷൻ വന്നപ്പോൾ പപ്പ ഞങ്ങളെയും കൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരെയും കൊണ്ട് ലുലുവിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് പപ്പ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൊച്ചുങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു അറ്റാക്ക് വന്ന് പപ്പ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തുനിന്ന് സ്വർഗത്തിലേക്ക് പോവുകയായിരുന്നു. പിന്നെ അമ്മ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയി. ഞങ്ങൾക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനൊരു തീരുമാനമെടുത്തു, അമ്മേനെ ഇട്ടേച്ച് എനിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല എന്ന് തീരുമാനമെടുത്ത് ചേട്ടൻ തിരിച്ചു പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്, നീ അവിടെ ലോണും കാര്യങ്ങളും എടുത്ത് നിൽക്കുന്നു, നിനക്ക് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അമ്മേനെ നോക്കണം, അമ്മയ്ക്ക് ഇപ്പോൾ ഉള്ള അതേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൊടുക്കണമെങ്കിൽ നീ അവിടെ പോയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് ഞാനാണ് പറഞ്ഞ് മനസ്സിലാക്കി ചേട്ടനെ വിടുന്നത്. എനിക്കും എൻ്റേതായ കാര്യങ്ങളിലേക്ക് പോയേ മതിയാവുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ചെന്നിട്ട് ഒന്നെങ്കിൽ ചേട്ടനൊരു പെർമനൻറ്റ് വിസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പപ്പയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ച് അമ്മയ്ക്കൊരു ഫാമിലി വിസ ഉണ്ടാക്കാം എന്നാണ് കരുതിയിരുന്നത്. ഞാൻ ചെന്നു, ഞാൻ എൻ്റേതായ രീതിയിൽ ഫാമിലി വിസയ്ക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്തു. പപ്പ മരിച്ചു പോയെന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ച്
അമ്മയ്ക്ക് ഫാമിലി വിസയ്ക്ക് ട്രൈ ചെയ്തു. ഒരു തരവും എനിക്ക് കിട്ടിയില്ല. കഷ്ടിച്ച് എനിക്കൊരു 3 മാസത്തെ വിസിറ്റിംഗ് വിസ ആ സമയത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യം പപ്പ മരിച്ച ശേഷം ആദ്യമായിട്ട് അമ്മ വരുന്നത് കുവൈറ്റിലേക്കാണ്. അങ്ങനെ കറക്റ്റ് വിസിറ്റിംഗ് വിസയുടെ ടൈമിംഗ് കഴിഞ്ഞപ്പോൾ അമ്മ ഇവിടെ എത്തി. ചേട്ടൻ പെർമനൻറ്റ് വിസയ്ക്ക് ട്രൈ ചെയ്തു. ഒരു തരവും പെർമനൻറ്റ് വിസ ഇതുവരെയും ശരിയായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് പല പ്രാവശ്യം 6 മന്തിൽ അമ്മ 6 മന്ത് അവിടെ പോയി UK പോയി നിന്നു. തിരിച്ച് UK നിന്ന് 6 മന്ത് കഴിഞ്ഞ് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും 6 മന്ത് കഴിഞ്ഞിട്ടേ അമ്മയ്ക്ക് വീണ്ടും അവിടെ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ ഒരു തവണ പോയി നോക്കി. ഈ 6 മന്ത് ഗ്യാപ്പിന് മുമ്പേ പോകാൻ ശ്രമിച്ചു. UK ചെന്നു. എയർപോർട്ടിൽ വെച്ച് മക്കളെ പോലും കാണാണ്ട് എയർപോർട്ടുകാർ തിരിച്ച് കയറ്റി വിട്ടു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമ്മ ഇവിടെ അവിടെയും ഇവിടെയും UK യിലും കുവൈറ്റിലുമായിട്ട് വന്നും പോയി നിൽക്കുമായിരുന്നു. ഇതിൻ്റെ ടൈം ഗ്യാപ്പിൽ അമ്മ സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു 2 നില വീട്ടിൽ മഴയത്തും വെയിലത്തും ഇരുട്ടത്തും കറണ്ട് പോകുമ്പോഴും ഇടിയാണേലും എല്ലാം ഒറ്റയ്ക്കായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. അമ്മ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഹോം നേഴ്സിനെ വെച്ച് നോക്കി, വന്നും പോയി നിൽക്കുന്ന മെയ്ഡുമാരെ വെച്ച് നോക്കി. അമ്മ അതിലൊന്നും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ചില സമയത്തൊക്കെ രാത്രിയിൽ ഒരു ഫോൺ കോൾ വരും, ഈ നല്ല മഴയൊക്കെ ഉള്ളപ്പോഴേക്കും. അപ്പം വിളിച്ചിട്ട് ഒന്നും പറയാല, ഞങ്ങളൊന്നും പറയാല. വിളിച്ചിട്ട് എന്നാ മോളെ ചുമ്മാ വിളിച്ചതുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും. രാത്രിയിലത്തെ ഇടിയും ആ മഴയൊക്കെ ആണ്ട് പേടിയും കൊണ്ട് വിളിച്ചാന്ന്. ചിലപ്പോൾ പേപ്പറുകളിലെ ന്യൂസ് ആയിരിക്കും, കുറുവാ സംഘം ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോറെ വന്ന് പല കൊട്ടുന്ന സൗണ്ടുകൾ അമ്മ കേൾക്കാറുണ്ട്. ഒരു തവണ അമ്മ എന്നെ വിളിച്ചിട്ട് അമ്മ ആ സെയിം ടൈം ഞങ്ങളോട് പറയത്ത് പോലില്ല. ചില ദിവസങ്ങളിൽ ടെൻഷൻ അടിച്ചിട്ട് അമ്മ പറയും 2-ാം നില കയറി സ്റ്റെപ്പും. അമ്മ രാത്രി മോളിൽ പോയാൽ കിടക്കുക. താഴത്തെ എല്ലാ ഇതും കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് ഒരു റൂമിൽ കിടക്കാനായിട്ട് അമ്മ മുകളിൽ ഈ വയ്യാത്ത അമ്മയ്ക്ക് മുട്ടിന് തേയ്മാനമുണ്ട്. ഈ സ്റ്റെപ്പെല്ലാം കയറി അമ്മ മോളിൽ പോയി ചെന്നപ്പോഴത്തേക്കും രാത്രി കാണുന്ന ഒരു പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്നതാണ്. അപ്പോൾ അമ്മ തിരിച്ച്, ഇതൊന്നും നിങ്ങളിപ്പോൾ പറയുന്നതല്ല, ഞാൻ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറീസ് ആണ്. ഞാൻ എൻ്റെ വളരെ കുറച്ച് എക്സാമ്പിൾസാണ് പറയുന്നത്. അമ്മ ഒറ്റയ്ക്കായി പോയപ്പോഴുള്ള ബുദ്ധിമുട്ട്. ആ പ്രായമായ സ്ത്രീ ഒറ്റയ്ക്ക് ആ മുകളിൽ കാലും മേലാണ്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരു പാമ്പ് നിൽക്കുന്ന അവസ്ഥ, ഒറ്റയ്ക്കാവുമ്പോൾ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. തിരിച്ചമ്മ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു. അയലോക്കംകാരെ എല്ലാം വിളിച്ചു കൂട്ടുന്നു. അവരെല്ലാവരും കൂടെ വന്നു കൂടിയപ്പോഴത്തേക്കും പാമ്പിനെ കാണാനില്ല. പിന്നെ ഈ പാമ്പിനെ കൊല്ലാണ്ട് തന്നെ ആ റൂമിൽ കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥയാണ്. പലപ്പോഴും ഹോം നേഴ്സുമാരെ വെച്ചപ്പോൾ അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ 1, 2 അമ്മയ്ക്ക് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 3 അമ്മ പറയുന്നത് പെട്ടെന്ന് എനിക്കൊരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ ഇവരെന്നെ ഉപദ്രവിക്കും, എനിക്ക് ഭക്ഷണം തരത്തില്ല, എന്നെ അടിക്കും, ഇടിക്കും. പിന്നെ അമ്മയുടെ കാശ്, ATM, സ്വർണ്ണം എല്ലാം ഇവർ കൊണ്ടുപോകും. ഇതൊക്കെ അമ്മയുടെ ഉള്ളിലുള്ള ഈ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയുടെ ഉള്ളിലുള്ള ഒരു തോന്നലുകൾ അമ്മ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ പലപ്പോഴും അത് കഴിഞ്ഞ് കോവിഡ് വന്നു. കോവിഡ് ടൈം ആയപ്പോൾ ഞങ്ങളുടെ അവിടെയും വിസ സ്റ്റോപ്പ് ചെയ്തു, ചേട്ടൻ്റെ അവിടെയും വിസ സ്റ്റോപ്പ് ചെയ്തു. അമ്മ ഇവിടെ തന്നെ സ്റ്റക്കായിപ്പോയി. പിന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു ഫാമിലി വിസിറ്റിംഗ് വിസ സ്റ്റാർട്ട് ചെയ്തത്. അതും 1 മാസത്തേക്ക്. എന്നെ ഇട്ടുണ്ടായിരുന്നു ഇത്ര കോവിഡ് വേണ്ടി ഇത്രയും വർഷമായിട്ട് ഇതുവരെ വിസ അല്ല. കുവൈറ്റിലുള്ള വ്യക്തികൾക്കറിയാം ഒരു ഫാമിലി വിസ കിട്ടാനോ, പ്രത്യേകിച്ച് അപ്പനും അമ്മയ്ക്കും കിട്ടില്ല. അതുപോലെ തന്നെ ഒരു വിസിറ്റ് വിസ ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഓപ്പൺ ആക്കിയത്. ഓപ്പൺ ആക്കിയ സമയത്ത് തന്നെ അമ്മ നമ്മുടെ കുവൈറ്റിലെത്തിയായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. ഒരു വിസ ഓപ്പൺ ആക്കുന്ന സമയത്ത് എന്നെ ആദ്യമായിട്ട് കണ്ടവർക്ക് പോലും അറിയാം, ഞാൻ എല്ലാവരെയും പറയാൻ നടക്കുമായിരുന്നു. ഒന്ന് പറയണേ, വിസിറ്റിംഗ് വിസ ഓപ്പൺ ആക്കുകയാണെന്ന് പറയണേ, എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ്, എനിക്കൊന്ന് കൊണ്ടുവരാനാണെന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. അതുപോലെ തന്നെ അമ്മ പലപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അമ്മ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. കുളിയില്ല, നനയില്ല, ഭക്ഷണം ഉണ്ടാക്കാറില്ല, ഇതൊന്നും ഇല്ലാണ്ട് അത്രയും ഡിപ്രസ്ഡ് ആയിട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ അപ്പനെ അല്ലാണ്ട് വേറൊരു മനുഷ്യനെ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാനും എൻ്റെ ചേട്ടനും പറഞ്ഞു, അമ്മ ഒറ്റയ്ക്കാണെങ്കിലും ഞങ്ങളുടെ അപ്പനല്ലാണ്ട് വേറെ ആളെ അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ലെങ്കിലും അമ്മയ്ക്കൊരു കൂട്ടിനായിട്ട് ഞങ്ങൾ വേറൊരാളെ അമ്മയ്ക്ക് കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് വരെ പറഞ്ഞു. അത് അമ്മയ്ക്ക് അത്രയും പോലും അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ഇത്രയും വർഷക്കാലമായിട്ട് ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരമ്മ, ആ വ്യക്തി നമ്മളെ വിട്ട് പോയി കഴിയുമ്പോഴേക്കും എന്തുമാത്രം ഡിപ്രസ്ഡ് ആകോ അതിൻ്റെ അപ്പുറത്തേക്ക് ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ അമ്മ നിൽക്കുന്ന സ്ഥലത്ത് എന്ത് ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുത്താലും പപ്പയ്ക്ക് പകരം അല്ലെങ്കിൽ പപ്പ ചെയ്യുന്നൊരു കാരണത്രം അമ്മയ്ക്ക് തോന്നില്ല. പിന്നെ ഒരു മക്കളും വിളിക്കാത്ത പോലെ മകനാണേലും ഞാനാണേലും അമ്മേനെ നിർത്താണ്ട് ഫോൺ വിളിച്ച് അമ്മയ്ക്കൊരു ലോൺലിനെസ് ഫീൽ ചെയ്യില്ലെന്ന് ഓർത്തിട്ട് അത് ഞങ്ങൾ കുഞ്ഞിലേ മുതലുള്ള ശീലമാണ്. ഞങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന കാലത്താണെങ്കിലും എന്നാണെങ്കിലും ഞങ്ങൾ ഓൾവേസ് അമ്മയെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. A to Z ഞങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളും അമ്മ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അതൊരു ശീലമായിരുന്നു. അതിപ്പോഴും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അമ്മ ഒറ്റയ്ക്കാണ്. എനിക്കാണെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ ഞാൻ വെക്കേഷൻ ചെന്ന് നിൽക്കുമ്പം പപ്പ ഇല്ലാണ്ട് രാത്രി 6 മണി ഒരു 7 മണി കഴിയുമ്പോൾ എൻ്റെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം രാത്രിയിൽ ആരെങ്കിലും കള്ളന്മാർ കയറും. ഉറങ്ങാണ്ട് ഞാൻ അമ്മയുടെ കൂടെ ആ ദിവസങ്ങളിൽ കൂടാറുണ്ട്. പലരും അമ്മയോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, യോ ചേച്ചി എങ്ങനെ ഇവിടെ ഈ ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു വീട്ടിൽ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെൻ്റെ അമ്മയുടെ സാഹചര്യമായിരുന്നു.
പിന്നെ അമ്മ തന്നെയാണ് ഏറ്റവും അവസാനം ഞങ്ങൾ ഈ കല്യാണത്തിൻ്റെ ഒരു പ്രപ്പോസൽസൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ തന്നെയാണ് പറഞ്ഞത്, എടി ഇങ്ങനൊരു സംഭവമുണ്ട്, ഞാനിങ്ങനെ ഗൂഗിളിൽ പലയിടത്തും സെർച്ച് ചെയ്തു, ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയി, അപ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് എൻ്റെ അമ്മയാകും. പക്ഷെ ഞാനും ഈ പബ്ലിക്കിനെ പേടിച്ചിരുന്നു. ഞാൻ ഓർത്തു നാട്ടുകാർ പറയുമല്ലോ, അങ്ങനെ പറയുമല്ലോ, ഇങ്ങനെ പറയുമല്ലോ, മക്കൾ നോക്കിയില്ലത് പറഞ്ഞു, അതുകൊണ്ട് അമ്മ സഫർ ചെയ്തോട്ടെ എന്ന് കുറച്ച് നാൾ ഞാനും ചിന്തിച്ചിരുന്നു. പിന്നെ അമ്മ ഇങ്ങോട്ടൊരു സാക്ഷ്യം ഞാൻ അപ്പം അമ്മ എന്നോട് അപ്പോഴും പറഞ്ഞു, എടി റോണിമോൻ എന്നെ ഇത്രയും പൊന്നു പോലെ നോക്കിയിട്ടും ഏറ്റവും അവസാനം നോക്കിയില്ല, കൊണ്ടുപോയി തള്ളിയിട്ടു എന്നുള്ള ഞാൻ നാട്ടുകാരെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അമ്മയുടെ സേഫ്റ്റി, എൻ്റെ അമ്മയുടെ കംഫോർട്ട്നെസ്, ഹാപ്പിനെസ്, അമ്മ അവിടെ കുളിക്കുകയും ഉണ്ണുകയും ഉടുക്കുകയും ചെയ്യാണ്ടിരിക്കുന്നതിലും ഒരു ഡിപ്രസ്ഡ് ആയിട്ട് ഭ്രാന്തിയെ പോലെ അമ്മ പുറത്തോട്ട് ഒരാളോട് സംസാരിക്കുക പോലും ചെയ്യാണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം പ്രത്യേകം പറയണം, അവിടെയുള്ള അയൽവക്കംകാരും അവിടെയുള്ള ആൾക്കാരെല്ലാവരും അമ്മേനെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറം അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെല്ലാം ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ പറയുന്ന എത്ര വലിയ അയൽവക്കക്കാരായാലും ബന്ധുക്കാരായാലും നമ്മൾ ഒറ്റപ്പെട്ടൊരു വീട്ടിൽ താമസിക്കുമ്പോഴേക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നതിനും എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ചോദിക്കാനും അവരിങ്ങോട്ട് വന്ന് ചെയ്യാനും എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് കടക്കുമ്പോഴേക്കാണ് അവരുമായിട്ട് പിണങ്ങുകയും അവരുമായിട്ട് പല രീതിയിലായിട്ടുള്ള നമുക്ക് സെർച്ച് എല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് അമ്മ ഇതിലും കംഫർട്ടബിളായിട്ടും ഇതിലും എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളും അതിലും എക്സ്പെൻസ് കുറഞ്ഞ സ്ഥലങ്ങളും ഒക്കെ കണ്ടുപിടിച്ചിരുന്നു. എന്നിട്ട് അമ്മ തന്നെ തീരുമാനിച്ചു, ഒത്തിരി എക്സ്പെൻസീവിലേക്ക് പോയി കഴിഞ്ഞാൽ 1-2 മാസം നിന്നാൽ പോരാ, നമുക്ക് മരണകാലം മരിക്കുന്നോടം വരെ നമുക്ക് നിൽക്കേണ്ട സ്ഥലമാണ്. അതിപ്പോൾ നമ്മളെ കൊണ്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഒത്തിരി താഴേക്കിടയിലേക്ക് പോകാനും അമ്മയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത് സമ്മതിച്ചിട്ടില്ല. അങ്ങനെ അമ്മയ്ക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥലം അമ്മ ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തു. ഒപ്പം എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വിട്ടു തരുന്നുണ്ട്, ചേട്ടന് വിട്ടു തരുന്നുണ്ട്. അങ്ങനെ അമ്മ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പറയും, നിങ്ങൾ വന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ പറയും. അങ്ങനെ അമ്മയുടെ 3 മാസത്തെ ട്രയലാണ് അവർ ചെയ്യാൻ പറഞ്ഞത്. 3-4 ദിവസം കൊണ്ട് അമ്മയ്ക്ക് ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അമ്മ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളും വന്ന് കണ്ടു. ഞങ്ങൾക്കും പരിസരങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ ഓരോ ഇതെല്ലാം ഇഷ്ടപ്പെട്ട് ഞങ്ങൾ പിന്നെ ചേട്ടനും വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഇതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അമ്മയെ നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോയി കൂടെ അതിനുള്ള ഉത്തരം അതിന് കുറേ പേര് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ടുപേരും കുവൈറ്റിലാണ്, വൈഫിൻ്റെ ബ്രദർ UK യിലാണ്. കുവൈറ്റിലുള്ളവർക്കറിയാം, ഒരപ്പനെയോ അമ്മയോ അവിടെ കൊണ്ടുപോയിട്ട് പെർമനൻ്റായിട്ട് നിർത്താനുള്ള സാഹചര്യമില്ല എന്നല്ല, നിർത്താൻ പറ്റില്ല. അത് വ്യക്തമായിട്ട് കുവൈറ്റിലുള്ളവർക്കറിയാം. കുവൈറ്റിൽ നിന്ന് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതാണോ നിങ്ങളവിടെ വീഡിയോ ചെയ്തത്, ഇങ്ങനെയുള്ളവരാണോ അവിടെ വീഡിയോ ചെയ്ത് നടന്നുകൊണ്ടിരുന്നത്, ഇങ്ങനെയുള്ളവരാണോ ഈ ലൈഫ് സ്റ്റൈൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുവൈറ്റിൽ നിന്നുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലത്തെ സംസാരങ്ങൾ ഒഴിവാക്കുക. കാരണം നിങ്ങൾക്കറിയാം, ഒരു വിസിറ്റിംഗ് വിസ എടുത്താലും എത്ര മാസം അമ്മയ്ക്ക് അവിടെ വന്ന് നിൽക്കാൻ പറ്റുമെന്നുള്ളതും ഒരു പെർമനൻറ്റ് വിസ കിട്ടാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം കുവൈറ്റിലുള്ളവർക്ക്. അതിന് ഇനി വിസ കിട്ടിയാൽ തന്നെ ഏജിൻ്റെ അതെ, 65 വയസ്സുള്ള അമ്മയ്ക്ക് വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട, കുവൈറ്റിലുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പ്ലസ് ചേട്ടൻ അവിടെ പെർമനന്റ് വിസയ്ക്ക് ഒത്തിരി ട്രൈ ചെയ്തെന്ന് കിട്ടിയില്ല. ഇപ്പം അമ്മയ്ക്ക് 10 ഇയേഴ്സിൻ്റെ വിസയുണ്ട്. എന്നാൽ പോലും 6 മന്ത്സിന് പോയി കഴിഞ്ഞാൽ 6 മന്ത്സ് കഴിയുമ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് ആകണം. പിന്നെ ഇവിടെ വന്ന് താമസിച്ച് 6 മന്ത്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോകാൻ പറ്റുകയുള്ളൂ. ഈ 6 മാസം കഴിഞ്ഞ് അമ്മ ഇവിടെ വന്ന് കാണുമ്പോഴേക്കും ആ വീട് കിടക്കുന്ന ഒരു അവസ്ഥ, ആ വീട് കിടക്കുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ അതിനൊന്നും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. വീട് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, പക്ഷേ ഈ അമ്മ കയറി ചെന്ന് ആ വീട്ടിൽ കിടക്കണ്ടേ. യുകെന്ന് വരുന്നത് 18 മണിക്കൂറത്തെ യാത്ര ചെയ്താണ്. എൻ്റെ അമ്മയ്ക്ക് കാലിന് ബുദ്ധിമുട്ടാണ്. നവംബറിൽ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അമ്മ എന്തുമാത്രം വീൽ ചെയറിൽ കഷ്ടപ്പെട്ട് ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നിരുത്തുന്ന ഒരു വ്യക്തിയാണ്. ആ അമ്മ ഈ 18 മണിക്കൂർ ഇരിപ്പ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ ക്ലീനിങ്ങിന് ആളെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ആളുടെ കൂടെ 2-3 ദിവസം കൊണ്ടാണ് അമ്മയ്ക്ക് ആ വീടൊന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നത്. വന്നൊന്ന് കയറി കിടക്കാൻ പറ്റുന്നില്ല ഇത്രയും യാത്ര. ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ അമ്മ കണ്ണ് നിറഞ്ഞ് എന്തുമാത്രം പാടില്ല, എൻ്റെ ഗതികേടടിയൊന്ന് ഈ ഇരിപ്പിൽ ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ അമ്മയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയ ഒരുക്കി കൊടുക്കണമെന്ന് മാത്രമേ ഞങ്ങൾ മക്കൾ 2 പേരും ചിന്തിച്ചിട്ടുള്ളൂ. അമ്മ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നൊരിതുണ്ട്, കാരണം വേറെ ഒന്നുമല്ല, മുട്ടിന് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ചിലർ ചോദിക്കും മുട്ടിന് തന്നെ സർജറി ചെയ്യാത്തത്. ഡോക്ടേഴ്സ് പോലും അത് അത്ര കാര്യമായിട്ട് അവർ എന്താ പറയുക സജസ്റ്റ് ചെയ്യുന്നില്ല. അമ്മയുടെ മുട്ടിൻ്റെ അവസ്ഥ, അമ്മയുടെ വെയിറ്റ്, കാര്യങ്ങൾ എന്തൊക്കെയോ കൊണ്ട് അവർ പോലും ചിലപ്പോൾ അത് ശരിയായില്ലായിരിക്കും എന്ന് പറയുന്നു. അവരും പറയുന്നത് വീഴും, തുരുതുരാ അമ്മ വീണുകൊണ്ടിരിക്കും, വീഴാണ്ടിരിക്കാൻ ശ്രമിക്കുക, വീഴുവാണെങ്കിൽ തന്നെ തലയിടിച്ച് വീഴാണ്ടിരിക്കാൻ ശ്രമിക്കുക.
എന്നൊക്കെയുള്ളൊരു ഓപ്ഷൻസ്. അപ്പോൾ ഈ മെയ് 31 അമ്മ ലേറ്റസ്റ്റ് ആയിട്ട് വീണിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻസ് കാരണം അമ്മയ്ക്ക് UK ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അമ്മയ്ക്ക് പോകാൻ ഒരു ടെൻഷനാണ്. അമ്മയ്ക്ക് 6 months അവിടെ നിൽക്കാമെങ്കിലും അമ്മ ഇന്നലെയും കൂടെ ഞങ്ങളോട് പറഞ്ഞു, എടാ 6 months അവിടെ ഞങ്ങൾക്ക് നിൽക്കാം, പക്ഷേ ഞാൻ 2 മാസത്തേക്ക് നിൽക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് അതിലും കംഫർട്ടബിളായിട്ട് ഇവിടെ എനിക്ക് എൻ്റെ ബാത്റൂം എനിക്ക് എൻ്റേതായ രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് തന്നേക്കുന്നുണ്ട്. ഞാൻ അവിടെ കംഫർട്ടബിളാണ്. സമയത്ത് ഫുഡ്, സമയത്ത് ലോണ്ടറി സർവീസസ്, ക്ലീനിങ്, ഇനി എവിടെയെങ്കിലും പോകണോ അതിന് വണ്ടി, ഡ്രൈവർ എല്ലാം അറേഞ്ച് ചെയ്ത് വിത്ത് പേയ്മെൻറ്റോട് കൂടി. ഓക്കെ, അല്ലാതെ ചുമ്മാ കൊണ്ടുപോയി അങ്ങ് തള്ളിയിട്ടിട്ട് പോകുക എന്നുള്ളൊരു ഓപ്ഷൻ അല്ല ഇതിപ്പോൾ ഒരുമാതിരി വളരെ ചീപ്പായിട്ടുള്ളൊരിതാണ്. പക്ഷേ അതിനേക്കാളും എന്താ ഉള്ള കമൻസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് ഇത്. അല്ല, ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇന്നേ വരെ എത്ര മോശം കമൻസ് ഇട്ടെന്ന് പറഞ്ഞാലും ഒന്നിനും ഞങ്ങൾ മെസ്സേജിൽ കൂടെ പോലും റിയാക്ട് ചെയ്യാറില്ല. ഒരു ഹാർട്ട് സിമ്പിൾ ഇട്ട് തന്ന് അതങ്ങ് സോൾവ് ചെയ്ത്. ഞങ്ങളുടെ വീഡിയോസ് കണ്ടാലറിയാം, ഹാപ്പിനെസ് ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇന്നേ വരെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടില്ല. ഞങ്ങൾക്ക് അത് പറ്റി, ഞങ്ങൾക്ക് ഇത് പറ്റി, ഞങ്ങൾ അങ്ങനെ പോയി പെട്ടുപോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു വീഡിയോ ഇട്ടിട്ടില്ല. തീം ബേസ്. പിന്നെ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അമ്മയോടൊപ്പം വീഡിയോ എടുത്തപ്പോഴേക്കും നേരെ അമ്മയുടെ കാണാൻ വന്നപ്പോഴേക്കും അവിടെ ഇരുന്ന് ഒരു വീഡിയോ എടുത്തു. അത് പറയാതെ വന്നത് പലരും മെസ്സേജ് ഇട്ടിരുന്നു, ഇത് വലിയ സംഭവം ആക്കാൻ വേണ്ടി നിങ്ങളത് പിടിച്ചെറിയില്ല. എനിക്കതൊരു വലിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ ഇത് നിങ്ങളെല്ലാവരും കൂടെ പിടിച്ച് വലിയ സംഭവം ആക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ അമ്മേനെ അപ്പുറത്ത് മമ്മിയെ കാണാൻ ചെന്നതുപോലെ തന്നെ സന്തോഷകരമായി എൻ്റെ അമ്മേനെ സർപ്രൈസ് ആയിട്ട് വന്ന് കണ്ടൊരു വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഇത് രഹസ്യമാക്കി വെക്കണമെന്നോ ഒന്നും എന്നെ അറിയാവുന്ന ജാറ്റുവിനെ അറിയാവുന്ന എല്ലാ വ്യക്തികളോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ ഇവിടെയാണ്. അത് പപ്പ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് വിസ കിട്ടുന്നില്ല. പലരും പറഞ്ഞ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാല, ആ കമന്റ് ബോക്സ് ഞങ്ങൾ ഓഫ് ചെയ്ത് വെക്കാല. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങളത് ചെയ്യാൻ. പിന്നെ പലരും പറഞ്ഞു നിങ്ങളുടെ മക്കള് ഇതുപോലൊരു സ്ഥലം, ഞാനും എൻ്റെ ചേട്ടനും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ്, ചേട്ടൻ്റെ വൈഫ് അവരെ അമ്മേനെ മാറ്റി നിർത്തുന്ന ഒരു വ്യക്തികളാണെങ്കിൽ ഞങ്ങളിപ്പോൾ 2 വർഷം കൂടി ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 വർഷം കൂടിയാണ് നാട്ടിൽ വരുന്നത്. അപ്പം 1.5 വയസ്സിലാണ് എൻ്റെ മകൻ, നാലാമത്തെ 1.5 വയസ്സിലാണ് അമ്മയെ കാണുന്നത്. അമ്മച്ചിയെ കാണാനും നോക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്ര ആ വീഡിയോക്കകത്ത് ശ്രദ്ധിച്ചറിയാം, ആ 3.5 വയസ്സുള്ള ആ കുട്ടി എന്തുമാത്രം അറ്റാച്ച്ഡാണ് അമ്മച്ചിയായിട്ടെന്ന്. കാരണം ഞങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും ലക്ഷങ്ങളും മുടക്കി പഠിപ്പിച്ച് BSc നേഴ്സ് ആയാലും ജനറൽ നേഴ്സിംഗ് ആയാലും ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ച പേരൻസ് പഠിപ്പിച്ചിട്ട് ഈ മക്കൾ അവിടെ പോയി UK പല സ്ഥലങ്ങളിലും പോയി ലക്ഷങ്ങളുടെ വീടും മേടിച്ച് അവിടെ സെറ്റിലായി കിടക്കുമ്പോഴേക്കും ഈ അപ്പനും അമ്മയ്ക്കും വയ്യാതായിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ അമ്മ ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അത് 1000-ലോ 100-ലോ 10 പേർക്ക് സാധിച്ചേക്കാം അവരുടെ സാമ്പത്തിക. തീർച്ചയായിട്ടും അവരുടെ സാമ്പത്തികം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നൊരു അമ്മയെ അല്ലെങ്കിൽ ഒരു അപ്പനെ അല്ലെങ്കിൽ അപ്പനും അമ്മയായാലും ഒരു ആശുപത്രി കയറി ഇറങ്ങുമ്പോഴേക്കും മിനിമം 1 ലക്ഷം രൂപ തൊട്ട് മേളിലേക്ക് എക്സ്പെൻസ് ആണ്. ഇത് നമുക്കൊരു കയ്യിലൊരു വരുമാനമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളത്. അല്ലാതെ നമ്മൾ അവിടെ നിന്ന് ഇട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാനോ വെച്ച് മക്കൾ ഓൾവേസ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പേരൻസിനെ നമ്മൾ സ്നേഹിക്കുന്നുള്ളൂ, കെയർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ അവരുടെ കൂടെ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ അവിടെ ഇല്ലാണ്ടായി പോയെങ്കിലും നമുക്ക് പല രീതിയിൽ അവരെ സ്നേഹിക്കാനും അവർക്ക് കെയർ ചെയ്യാനും അവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും കേൾക്കാനും അത് പരിഹരിക്കാനും നമുക്ക് സാധിക്കും. ഇപ്പം ഈ ഒരു വീഡിയോ എൻ്റെ വീടിൻ്റെ 2ാം നിലയിൽ നിന്ന് അമ്മ കൈ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഓർക്കണം, അമ്മ അവിടെ ഒറ്റയ്ക്കാണ്. രാവും പകലും ഇരുട്ടത്തും ഇടിയത്തും മഴയത്തും എല്ലാം എൻ്റെ അമ്മ ഒറ്റയ്ക്ക് നിൽക്കുവാണ് ആ വീട്ടിൽ നിന്ന് ചിന്തിക്കാം. അവിടുന്ന് എത്രയോ സന്തോഷകരമായ ഒരു എൻവറോൺമെന്റിലാണ് എൻ്റെ അമ്മ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ കമന്റ് ചെയ്തിരിക്കുന്ന പല വ്യക്തികളും, ഇതിനെ വിമർശിക്കുന്ന പല വ്യക്തികളുടെയും വീട്ടിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾ പറയുന്ന അമ്മയുടെ സന്തോഷം എന്താണ്? രാത്രി കടക്കാൻ വരുന്ന, അപ്പുറത്ത് കടക്കാൻ വരുന്ന തങ്കമ്മ ചേച്ചിയും ജാനി ചേച്ചിയും അല്ലെങ്കിൽ റസിയാക്കയാണോ നിങ്ങളുടെ അമ്മയുടെ സന്തോഷം? അല്ല നിങ്ങൾ 24/7 ഒരാൾ 24/7 ഞാൻ ഹോം നേഴ്സിനെ ഇട്ട് കൊടുത്തേക്കുവാണ്, അമ്മ ഹാപ്പിയാ? ഒറ്റയ്ക്കാ വീട്ടിൽ അമ്മ ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഇല്ല. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ വന്ന് കൂടെ നിന്നാലേ നിങ്ങളുടെ അമ്മ ഹാപ്പി ആവുമെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല? സ്വന്തം വീട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ അമ്മേനെ ആ വീട്ടിൽ നിന്ന് സന്തോഷകരമായ ഒരു സ്ഥലത്ത് കൊണ്ടേ ആക്കിയാൽ ഞങ്ങളുടെ നാട്ടുകാർ എന്ത് പറയും? ഞങ്ങളുടെ നാട്ടുകാർ എന്ത് രീതിയിൽ കാണും? അമ്മയെ കൊണ്ടേ തള്ളിയിട്ടു, അല്ലെ അമ്മയെ കൊണ്ടേ അവിടെ കൊണ്ടേ ആക്കി എന്ന് പറയുന്ന ഒരു ഫ്രസ്ട്രേഷനാണ് ഈ കമൻറ്റ് ബോക്സിൽ മൊത്തം തീർത്തത്. ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ
എനിക്ക് സത്യം പറയാലോ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ. ചിലർക്ക് ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ചിലർക്ക് 2 പിള്ളേരുള്ള വീട്ടിൽ ഒരു കുട്ടി ചിലപ്പോൾ നാട്ടിൽ തന്നെ താമസിക്കുന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് വന്ന് അമ്മേനെ ഇടയ്ക്ക് നോക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് മനസ്സിലാകില്ല. പിന്നെ അപ്പനും അമ്മയും വീട്ടിലുള്ള പിള്ളേർക്കും ഈ അവസ്ഥ മനസ്സിലാകില്ല. അപ്പനില്ല അമ്മയില്ല, അവരൊറ്റയ്ക്കായി ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു, മക്കൾ പുറത്താണ്, അവർക്ക് ജോലി ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കഴിയുന്നവർക്ക് മാത്രമേ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം അത് മാത്രമല്ല, അതുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞ ആരെയും നമ്മൾ എതിർക്കുന്നില്ല. സാഹചര്യങ്ങളും കാഴ്ചപ്പാടുകളും തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, ഇതിനകത്ത് ആരെയും എതിർത്ത് സംസാരിക്കുമല്ല. ഞങ്ങളുടെ സിറ്റുവേഷൻ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്ക് അറിയത്തില്ല ഇതെന്താ, ഞങ്ങൾ എന്ത് ബേസിലാണ് വീഡിയോ ഇട്ടേ, അമ്മ എവിടെയാണെന്നുള്ളത് അവർക്ക് അറിയത്തില്ല, അമ്മ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളവർ അവരുടെ മനസ്സിലെ വിഷമങ്ങൾ നമ്മുടെ കമൻറ്റ് വഴി രേഖപ്പെടുത്തുന്നുള്ളൂ. പക്ഷേ പലരും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം എത്രത്തോളമായാലും ഒറ്റയ്ക്കാകുമ്പോഴേക്കും, ഇത്രയും വർഷം കാലത്തെ തുണ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കാകുമ്പോഴേക്കും പിന്നീട് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം പേടിയോട് കൂടിയേ ഏതൊരു പേരൻസും നോക്കുകയുള്ളൂ. പിന്നെ ചില സിറ്റുവേഷനിലൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ അപ്പനും അമ്മയും താമസിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അനിയന്മാരുടെയൊക്കെ ഇടയ്ക്കാണ് താമസിക്കുന്നത്. എപ്പോഴും വിളിച്ചാലും ആൾക്കാരും കാര്യങ്ങളൊക്കെ ഒരു വലിയ കോമ്പൗണ്ടിൽ ചേട്ടനനിയന്മാരെല്ലാം കൂടി താമസിക്കണം. അപ്പോൾ ആരേലും ഒക്കെ സഹായത്തിനുണ്ടാവും. ഒറ്റപ്പെടലിന്റെ പ്രശ്നമില്ല. താഴേന്ന് മുകളിലോട്ട് കയറി വരുന്നു, മുകളിലും താഴോട്ട് കയറി പോകുന്നു, അവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ കൊടുക്കുന്നു. ഇതൊരു സ്ഥലം മേടിച്ച് അവിടെ പോയി വീട് വെച്ച് അവിടെ താമസിച്ച് സന്തോഷത്തോടെ നടക്കുന്ന സാഹചര്യത്തിൽ അപ്പം നഷ്ടപ്പെടുമ്പോഴേക്കും നാളെ എന്താണ് അമ്മ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴേക്കും കാണുന്നത്? മുന്നോട്ടുള്ള ജീവിതം എന്താണ് അമ്മ കാണുന്നത്? നിങ്ങൾ പറഞ്ഞു തന്ന എല്ലാ സജഷൻസും ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് ഞങ്ങൾ എത്തിപ്പെട്ട ഒരു സ്ഥലമാണിത്. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ മക്കളെയും കൂട്ടി വന്നു, മക്കൾ നിങ്ങൾക്ക് റൂം വെച്ചേക്കും. ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ മക്കൾ പഠിച്ച് വലിയ എഞ്ചിനീയറോ ഡോക്ടറോ ഒന്നും ആകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇനി അവർക്ക് വലിയ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷനും കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് അങ്ങനെ പോട്ടെ. അതല്ല നോർമലി അവർക്ക് പോകണമെന്നാണെങ്കിൽ നോർമലായിട്ടുള്ള എഡ്യൂക്കേഷൻസൊക്കെ നേടി അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ. പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അത് ഞങ്ങളും ഒരു പരിധി വരെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു ജീവിതമാണ്. ഞങ്ങളെ അറിയാവുന്നവർക്കറിയാം, ഞങ്ങൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ആരെയും ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും ഒന്നിനും പോയിട്ടില്ല. പിന്നെ മക്കൾക്ക് ഇപ്പം ഞാനോ ഹസ്ബൻഡോ ഇല്ലാണ്ടായി ഭാവിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പുറത്താണെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ ആ ജോലി കളഞ്ഞിട്ട് വരാമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്നെ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കിടുന്നതിലും ഞാൻ സന്തോഷവതിയാണ്. എന്നെ ചുമ്മാ പോയ ഒരു അനാഥാലയത്തിൽ തള്ളിയിടുന്നതിനല്ല ഞാൻ പറയുന്നത്. നല്ലൊരു പെയ്ഡായിട്ട് എല്ലാ ഫെസിലിറ്റിയോടും കൂടെ ഒരു റൂം എനിക്ക് അവർ അലോട്ട് ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ അതാണ് എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ നിൽക്കുന്നതിൽ ഞാൻ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ് അല്ല അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രായത്തിലുള്ള ആൾക്കാർ അവരോട് സംസാരിച്ച്, അല്ലാതെ ഒരു ചുമ്മാ ഓഫനേജ് കൊണ്ടുപോയിട്ട് ചുമ്മാ അങ്ങോട്ട് കയറ്റി വിട്ട് ബൈ 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 ഇനി പോവാണ്, ഇനി അടുത്ത ലീവിന് കാണാം എന്ന് പറഞ്ഞിട്ടൊരു പ്രക്രിയ അല്ല ഇവിടെ. അതാദ്യം മനസ്സിലാക്കിയത്. അതായത് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിരവധി പേരാണ് മെസ്സേജ് അയച്ചേക്കുന്നത് ഈ സ്ഥലം എവിടെയാണെന്നുള്ളതും ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട്. അപ്പം അവർക്കെല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതായിരിക്കും. അതിൻ്റെ ഒരു വീഡിയോ, എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും. ഇത് ഇപ്പോൾ ഞങ്ങൾ ആ വീഡിയോയ്ക്ക് ചെയ്ത് ഞങ്ങളെ വിമർശിച്ചവരെയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരെയും എന്താണ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ഫാക്റ്റ് അത് ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് വീഡിയോ ചെയ്ത്. ഈ വീഡിയോ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തല്ല. ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളെ മനസ്സിലാക്കിയതിനും ഞങ്ങളുടെ സാഹചര്യങ്ങൾ അറിഞ്ഞതിനും ഒക്കെ ഒത്തിരി താങ്ക്സ്. അതുപോലെ തന്നെ നെഗറ്റീവ് പറഞ്ഞവരോടും ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമല്ല. ഏതൊരു മക്കളും സ്വന്തം അമ്മയെ കൂടെ കൊണ്ടുപോകാൻ ഒരു സാഹചര്യം കിട്ടിയാൽ കൊണ്ടുപോയിരിക്കും. അല്ലാതെ അതിൻ്റെ പേരിൽ ഇവിടെ കിടന്നുകൊണ്ട് ആരും എന്താ പറയുക അമ്മയെ കൊണ്ട് നിർത്തിയേക്കുന്ന അമ്മമാരുടെയും അപ്പന്മാരുടെയും കാര്യമൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ജോലി സ്ഥലത്തുനിന്ന് ഇപ്പം മകളാ കൊണ്ടുപോയി നിർത്തിയേക്കുന്ന ഓർക്കുക, മരുമോൻ ജോലി സ്ഥലത്ത് വെച്ചിട്ട് ടെൻഷനും കൊണ്ടായിരിക്കും വരുന്നത്. അത് സ്വന്തം ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഹസ്ബൻഡ് ടെൻഷനായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ ഈ കാണുന്ന അമ്മ ഓർക്കുന്നത്, ഓ ഞാൻ വന്ന് നിൽക്കുന്നതിൻ്റെയാണ് മരുമോൻ ഈ കാണിക്കുന്നത്, അല്ലെ മരുമോൾ ഈ കാണിക്കുന്നത്. അല്ല, നമ്മൾ മക്കളോട് കുറച്ച് കൂടുതൽ ദേഷ്യപ്പെടുന്നു. അപ്പോഴത്തേക്ക് അവരെന്നാ ചിന്തിക്കുക? അതുപോലത്തെ ഒരു ഫ്രീഡം ഇല്ലാത്തൊരു ലൈഫിൽ, അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ചാനൽ പോലും കാണാൻ പറ്റാത്തൊരു ലൈഫിൽ അവർ മക്കളോടൊപ്പം പലരും പറഞ്ഞു, നിങ്ങൾ അവിടെ കൊണ്ടുപോയി നിർത്തുവാണെങ്കിൽ അമ്മയ്ക്ക് പുറലോ ഒക്കെ ഒന്ന് കാണത്തില്ല, ഇവിടെ ഒരു മുറിക്കകത്തല്ലോ. അമ്മ അവിടുത്തേതിലും അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടണം, അല്ലെങ്കിൽ ഒരു 2 നില ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടണം. ഇവിടെ ആകുമ്പോൾ അമ്മയ്ക്ക് 8 ഏക്കർ സ്ഥലത്ത് അമ്മ അടിപൊളിയായി. മെയ് 25-ാം തീയതി അമ്മയുടെ ഇളയ ആങ്ങളയുടെ വീട്ടിൽ പോയി അവരുടെ ഫംഗ്ഷന് പോയതായിരുന്നു. കറക്റ്റ് 1 മാസം അവരോട് കറങ്ങി തിരിഞ്ഞ് എല്ലായിടത്തും പോയി. ഞാനിവിടെ എത്തുന്നതിൻ്റെ 2
2 ദിവസം മുമ്പാണ് അമ്മ ഇവിടെ വന്ന് സെറ്റായത്. കാരണം മകൾ വരുവാണ്, ഇനി മകളുടെ കൂടെ കൂടാന്ന് ഓർത്തിട്ട്. ഇനി ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ അമ്മ UK പോകാനിരിക്കുകയാണ്. സാഹചര്യങ്ങൾ അനുവദിച്ചാൽ ഈ പാസ്പോർട്ട് മൊത്തം UK വിസയും കുവൈറ്റിലേക്ക് 1-2 വട്ടം വന്നിട്ടുണ്ട്. ഈ പാസ്പോർട്ട് മൊത്തം, ഈ ഫുൾ പാസ്പോർട്ട് മൊത്തം അമ്മയുടെ UK വിസയും കുവൈറ്റിലെ 1-2 വിസയുണ്ട്. 1-2 വട്ടം വരാൻ പറ്റും. അമ്മ പറഞ്ഞു, എടി സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ UK എൻ്റെ കാലിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് പോകണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ ഈ വീഡിയോയും ഈ കമന്റ്സും കണ്ടിട്ട് എൻ്റെ മക്കൾ എന്നെ നോക്കുന്നുണ്ടെന്ന് അറിയിക്കാനേലും ഒന്ന് പോയിട്ട് വരണമല്ലോ. ഞങ്ങൾ ലിസ്റ്റ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് ഈ വീഡിയോ ഇട്ടിട്ട് പേരിൽ പശ്ചാത്താപം എന്നോട് ചോദിച്ചു, എടി നിനക്ക് വിഷമമായി? സ്വാഭാവികമായിട്ടല്ല, കാരണം ആ വീഡിയോ ഞാൻ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചു എനിക്ക് വിഷമായെന്ന് ചോദിച്ചു. ഞാൻ സത്യം ഞാൻ ഞാറ്റോട് പറഞ്ഞ ഇത്രേ ഉള്ളൂ, എനിക്ക് ഒരു വിഷമമില്ല. കാരണം ആ അതിൽ ഒത്തിരി പേര് പോസിറ്റീവ് കമന്റ്സ് ഇട്ടു. ഇനി അതിൻ്റെ അകത്ത് മൊത്തം നെഗറ്റീവ് കമൻസ് ആണെങ്കിലും ഈ ലോകം മൊത്തം എന്നോട് നെഗറ്റീവ് പറഞ്ഞാലും എനിക്കും ചേട്ടനും എൻ്റെ അമ്മയുടെ സേഫ്റ്റി, എൻ്റെ അമ്മയുടെ കംഫോർട്ട്നെസ്, ഹാപ്പിനെസ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നോക്കാനില്ല. ആരെന്ത് വേണേ പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മുടെ സാഹചര്യം, ഓരോരുത്തരെയും ശരിയെന്ന് പറയുന്നത് അവനവൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ്. അത് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ചില അമ്മമാർക്ക് ഇതും അഡ്ജസ്റ്റബിൾ ആയില്ല, നമുക്കറിയാതെ. അവർക്ക് മക്കളോടൊപ്പം എന്ത് സാഹചര്യത്തിലായാലും നിന്നാൽ മതി എന്നുള്ളതാണെങ്കിൽ അത് തീർച്ചയായിട്ടും സാധിക്കുമെങ്കിൽ, അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം, വൈഫിൻ്റെ ബ്രദറിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് നടക്കുന്നില്ല. 6 മാസം UK പോയാൽ പിന്നെ 6 മാസം നാട്ടിൽ നിൽക്കണം, പിന്നെ 6 മാസം പോവുക. കാലിൻ്റെ ബുദ്ധിമുട്ട്, 15 മണിക്കൂർ യാത്ര, 18 മണിക്കൂർ അല്ലേ, 18 മണിക്കൂർ യാത്ര, വീൽ ചെയറിൽ തന്നെ പോകണം. അതൊക്കെ ഭയങ്കരമായിട്ടും അമ്മയ്ക്ക് അവിടെ എത്തിക്കഴിഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് യാതൊരു കുറവും ഒരു കാര്യത്തിനും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ അമ്മയ്ക്കും വിഷമമായി. ഇപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ വരട്ടെ ഈ വീഡിയോയ്ക്കെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ പറയിപ്പിച്ചതായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് അമ്മ അവിടെ അടങ്ങിയിരുന്നു. അമ്മ പറയുന്നത്, നിങ്ങൾ ഇത്രയും പൊന്നു പോലെ എന്നെ നോക്കിയിട്ട് ഇപ്പം ആൾക്കാരെല്ലാം പറയുകയല്ലേ, നിങ്ങൾ നോക്കിയിട്ടില്ല, കൊണ്ടുപോയി തള്ളിയിട്ടേക്കുവാന്ന്. ഞാൻ അത് പറയുന്നവർ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് അമ്മേനെയും അറിയാം, അമ്മയ്ക്ക് ഞങ്ങളെ അറിയാം, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, പലരും എന്നോട് ചോദിച്ചു, ലീവിന് വന്നപ്പം അമ്മേനെ എന്താ കൂടെ കൊണ്ടുപോയി നിർത്താത്തതെന്ന്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എൻ്റെ അമ്മേനെ കൊണ്ടുപോയി നിർത്തുന്നതിലും അമ്മ ഓൾവേസ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഞങ്ങൾ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ വന്നിട്ട് എല്ലാ ദിവസവും തന്നെ ഇവിടെ വരുന്നുണ്ട്, എല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് ഞങ്ങൾ വെളുപ്പിനെ 3 മണിക്കാണ് വന്നത്. ജാറ്റു മാക്സിമം പറഞ്ഞു നമുക്ക് വീട്ടിൽ നിൽക്കാം, പക്ഷെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് എവിടെയാണ് കംഫർട്ടബിൾ, അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമ്മളൊരു വ്യക്തിയെ വിമർശിക്കുമ്പോഴേക്കും സത്യാവസ്ഥ, പിന്നെ ഞാനും കുറ്റം പറയാം. വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, അല്ല എൻ്റെ മാനസിക ബുദ്ധിമുട്ടുകളും എൻ്റെ സാഹചര്യങ്ങളാണ് പറയണേ. പിന്നെ പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾ നാട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയെ കൂടെ. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ കല്യാണം കഴിച്ച് പിള്ളേരെയൊക്കെ ആയിട്ട് നാട്ടിൽ വെക്കേഷന് വരുന്നു. എൻ്റെ അമ്മ എൻ്റെ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നതെന്ന് കരുതുക. കഴിഞ്ഞ വർഷം വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ 30 ദിവസത്തെ വെക്കേഷന് വരുന്നു, 30 ദിവസത്തെ വെക്കേഷനും നിങ്ങളിൽ എത്ര പെണ്ണുങ്ങൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ സാധിക്കുന്നുണ്ട്? നമ്മൾ നമ്മുടെ കെട്ടിയൻ്റെ വീട്ടുകാരെയും കൂടെ കൺസിഡർ ചെയ്യണ്ടേ? അവരും മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണണമെന്നും അവരോടെ പോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നു. മാക്സിമം ഒരു 15 ദിവസം, അതിൻ്റെ അപ്പുറത്തേക്ക് ആരും പോയിട്ട് വൈഫ് ഹൗസിൽ പോയി നിൽക്കുകയല്ലോ. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ മിക്ക ദിവസം എൻ്റെ വീടിനേക്കാളും കുറച്ചും കൂടെ എൻ്റെ ഹസ്ബൻഡ് വീടുമായിട്ട് അടുത്താണ് ഈ കല്ലറ എന്ന് പറയുന്ന സ്ഥലവും ഈ സ്ഥാപനവും. ഞങ്ങളിവിടെ അതിലും എളുപ്പത്തിൽ വന്നും പോയി മിക്ക ദിവസവും തന്നെ അമ്മയുടെ കൂടെ കൂടുന്നു, അമ്മയുടെ കൂടെ എൻജോയ് ചെയ്യുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇതിനകത്ത് ഇത്രയും വലിയ സ്പീച്ച് അല്ലെ സംസാരം നടത്തി ഞങ്ങൾക്ക് വലിയ പരിചയമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഉളുക്കോ അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്തത് പറഞ്ഞെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. കാരണം ഇതൊരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് തോന്നിയിട്ട് മാത്രം. ഇതിനും പലരും മെസ്സേജ് ഇടും, ഇതൊന്നും ന്യായീകരണങ്ങളല്ല. ഇതൊന്നും ന്യായീകരണങ്ങളല്ല. ഏതൊരു അപ്പനും അമ്മയ്ക്കും സ്വന്തം മക്കളുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും സന്തോഷം. ഞാൻ എൻ്റെയും എൻ്റെ ചേട്ടൻ്റെ സാഹചര്യങ്ങൾ മാത്രമേ, ഞങ്ങളുടെ സാഹചര്യം മാത്രമാണ് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു വലിയ വീടിനകത്ത് അമ്മയെ ഇട്ടിട്ട് 24/7 എന്ന് വെട്ടിയിട്ട് ഒരു ഇട്ട് ഒരു മെയ്ഡിനെയോ അല്ലെങ്കിൽ ഒരു ഹൗസ് മെയ്ഡിനെയോ ഇട്ട് കൊടുത്താൽ ആ അമ്മ എത്രത്തോളം ഹാപ്പി ആണെന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക. എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അമ്മമാരും ഇവിടെ കൊണ്ട് ഇടണമെന്നല്ല. ചില അമ്മമാർക്ക് സ്വന്തം ജനിച്ച മണ്ണിൽ തന്നെ മരിക്കണമെന്ന് ആഗ്രഹമുള്ള ഇഷ്ടം പോലെ കാരണവന്മാരുണ്ട്. അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇവിടെ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും പേടിയില്ലാത്തൊരു സ്ഥലത്ത് കയറി കടക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ഇവിടെ വന്നതും ഇവിടെ ഇപ്പോൾ സന്തോഷത്തോട് കൂടിയിരിക്കുന്നത്. പിന്നെ ആ വീഡിയോയ്ക്കകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ അമ്മയുടെ മുഖത്തൊരു സങ്കടമോ കാര്യങ്ങളോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ മക്കള് അതായത് 2 വർഷം കൂടി നാട്ടിൽ വരുന്ന എൻ്റെ മക്കള്, കുവൈറ്റിൽ നിന്ന് വരുന്ന മക്കള് എത്രത്തോളം അറ്റാച്ച്ഡ് ആയിരുന്നു ആ അമ്മയായിട്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. അല്ലാതെ അവിടെ വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന് താഴെ നിന്നിട്ട് എല്ലാം സെറ്റായി വീഡിയോ എടുത്തോ ആ അമ്മയെ കൊണ്ട് ഇട്ട്
എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സെറ്റപ്പ് അല്ല ഇത്, മനസ്സിലായില്ലേ? അപ്പം ഇവിടെ അമ്മ വിത്ത് പേയ്മെൻറ്റോട് കൂടിയാണ് അമ്മ ഇവിടെ താമസിക്കുന്നത്. അല്ലാതെ ചുമ്മാ വന്നിട്ട് അമ്മയെ കൊണ്ട് ആക്കിയിട്ട് അങ്ങ് നോക്കിക്കോ, അങ്ങ് എന്താ പറയുക ഇതായിട്ട് ആ ഒരു രീതിയിലല്ല, വിത്ത് പേയ്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ ഞങ്ങൾ വേറെ വീഡിയോക്കകത്ത് വരുന്നതാണ്. പിന്നെ ഒരാൾ വേറൊരു കമൻറ്റ് ഇട്ട്, അപ്പനും അമ്മയും നാട്ടിൽ ഒറ്റയ്ക്കായിരുന്നു, അമ്മ ഒറ്റയ്ക്കായിരുന്നു, ഞാൻ എൻ്റെ വൈഫിനെ നാട്ടിൽ പറഞ്ഞു വിട്ടു. അപ്പം വൈഫും 3 പിള്ളേരും പോയി, അവിടെ പോയി അമ്മയുടെ ഒപ്പം നിന്നു, അമ്മ ഓക്കെ ആയി. നല്ല കാര്യം, ആ ചെയ്ത പ്രവൃത്തി നല്ല കാര്യം. പക്ഷേ എല്ലാവർക്കും അതേ സാഹചര്യമല്ല. ഞങ്ങൾക്കിപ്പോൾ 5 പിള്ളേരുണ്ട്. ഈ 5 പിള്ളേരെയും വൈഫിനെയും കൂട്ടി ഞാനിപ്പോൾ നാട്ടിലേക്ക് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്തേക്കും പറഞ്ഞു വിട്ടാൽ എന്താവും സിറ്റുവേഷൻ? ഒരു കൊച്ച് ഒരു ആശുപത്രി കയറി ഇറങ്ങുമ്പോഴേക്കും എന്തുമാത്രം എക്സ്പെൻസാണ്. ഇതെല്ലാം നമ്മൾ ബീറ്റ് ചെയ്യണ്ടേ? ഇനി ഈ വ്യക്തിയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതേ അവസ്ഥ വൈഫിൻ്റെ വീട്ടിൽ സംഭവിച്ചാൽ നിങ്ങൾ വൈഫിനെ പറഞ്ഞ് വൈഫിൻ്റെ വീട്ടിലേക്ക് വിടുമോ? ഇല്ല. വൈഫിൻ്റെ വീട്ടിൽ സംഭവിച്ചാൽ അത് വേറെ ആൾക്കാർ നോക്കണം. അപ്പം ഈ കമൻറ്റ് ഇട്ടവരെ ആരെയും ഞാൻ വിമർശിക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങൾക്ക് വളരെ കുറച്ച് കമൻറ്റുകൾക്കുള്ള മറുപടിയെ ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ക്യാപ്ഷൻ കൊടുത്ത പോലെ അമ്മ ഇവിടെ ഹാപ്പിയാണ്, സേഫാണ്.